അങ്ങനെ അൻവർ ഒരു ബക്കറ്റിൽ കുറേ മലമൊക്കെ കോരി വച്ച് അൻവറിനെ വിമർശിച്ചവരുടെ തലയിൽ ഒഴിക്കാനായി കരുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിനി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തലയിൽ ഒഴിക്കുമെന്ന് പറയുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതായത് പിണറായി വിജയൻ ഇന്ന് രാവിലെ 11 മണിക്ക് മാധ്യമങ്ങളെ കണ്ടതിൽ അൻവറിനെ തള്ളി. പറയുന്നത് അൻവർ ഇടതുപക്ഷക്കാരനല്ല, അൻവർ ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിൽ നിന്നാണ് വന്നത്. മാത്രമല്ല അൻവറിൻ്റെ ചില കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് അൻവർ ഈ അജിത്കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെ അൻവർ പറഞ്ഞാലൊന്നും ശശിയെ മാറ്റില്ല. ശശിയുടേത് ആരോഗ്യപരമായ പ്രവർത്തനം, അതായത് ADGP അജിത് കുമാറിനെ മാറ്റില്ല. അൻവർ പറഞ്ഞ ഒരു കാര്യത്തിലും കൃത്യതയില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ കൃത്യമായ വിവരങ്ങൾ മുഖ്യമന്ത്രി പറയുന്നു. അതിൽ സത്യമുണ്ടോ മിഥ്യയാണോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണുകയാണ്. ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടത് മാധ്യമ സൃഷ്ടിയാണ്. മാധ്യമങ്ങളെയൊക്കെ ഒരു അരമണിക്കൂർ വലിച്ചു കീറി ഒട്ടിച്ചു ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു പൂർണ്ണമായി. അതായത് ഇനി എന്ത് വിളിച്ചു പറഞ്ഞാലും ശശിയെയും അജിത് കുമാറിനെയും വിട്ടുതരുന്ന പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം, പിണറായി അറിയാതെയാണെങ്കിലും പറഞ്ഞു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇതിൽ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം നമ്മളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകരോട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഒന്ന് ക്ഷമയോടെ കേൾക്കണം, അതായത് കുറച്ചധികം സമയമുണ്ട് എന്ന അർത്ഥത്തിലാണ്, അതെ റിക്വസ്റ്റ് ഭാവമാണ്, ഒരു അപേക്ഷാഭാവത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണഗതിയിൽ അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നതിന് പകരം പിണറായി പറയേണ്ട കാര്യങ്ങളും പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും, അതായത് കൂട്ടത്തോടെയുള്ള ചോദ്യങ്ങളെ വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന് നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, ഓരോരുത്തരായി ചോദിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു പിണറായിയെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു അത്ഭുതമാണത്. രണ്ടാമത്തത്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ PV അൻവറിനെ ഇതുവരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. എല്ലാ സൈബർ കടന്നലുകളും അതുപോലെ തന്നെ PV അൻവറിനെ പിന്തുണച്ച ആളുകളുമെല്ലാം കനത്ത നിരാശയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ പിണറായി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഭാഗത്ത് ADGPയെയും ശശിയെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും മറുഭാഗത്ത് PV അൻവറിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും ഒരേപോലെ രണ്ടിനെയും രണ്ട് രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് പിണറായി പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പിണറായിക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിരിക്കുന്നു PV അൻവറിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ പിണറായി തള്ളിയിരിക്കുന്നു. ആ തള്ളുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് തള്ളാൻ എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കെടുത്ത് പരിശോധിച്ചാൽ, ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ADGPയെ മാറ്റില്ല. CPIയുടെ ആവശ്യം ഇങ്ങനെയാണല്ലോ, ADGPയെ മാറ്റണമെന്ന് ഇടതുപക്ഷത്തിലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള CPI പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ADGPക്കെതിരായി കൊണ്ട് ഒരു ആരോപണം വന്നു എന്ന് കരുതി ഒരാളെയും മാറ്റില്ല. അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നതിന് ശേഷം മാറ്റാം. ഒരുപക്ഷെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ADGP ഒന്ന് മാറ്റി സെറ്റിൽ ചെയ്യാമെന്നായിരിക്കും അത് ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. അല്ലാതെ ADGP ഒരു തരത്തിലും പെരുമാറിയിട്ടില്ല എന്ന് പറയുന്നു. രണ്ടാമത്തത്, RSS നേതാക്കന്മാരെ പോയി കണ്ടതിൽ, അതായത് ദത്താത്രേയ ഹൊസബുല്ലെ അടക്കമുള്ള ആളുകളെ പോയി, റാം മാധവനെ അടക്കമുള്ള ആളുകളെ പോയി ADGP കണ്ടതിൽ പറ്റി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, അദ്ദേഹം ഞങ്ങൾക്കാർക്കും വേണ്ടിയിട്ടല്ല പോയത്, പിന്നെ എന്താണ് എനിക്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല പോയത്. മാത്രമല്ല അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട്. K കരുണാകരന്റെ കാലത്ത് ജയറാം പടിക്കലിനെ BJP നേതാക്കൾ കണ്ടത്, അല്ലെങ്കിൽ BJP നേതാക്കളുടെ അടുത്തേക്ക് അയച്ചത് കോൺഗ്രസ്സുകാരാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനാണ് അദ്ദേഹം ADGPക്ക് കവചമൊരുക്കിക്കൊണ്ട് മറുപടി നൽകിയത്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്കാരും പറഞ്ഞു വരേണ്ട കാര്യമില്ല, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല അദ്ദേഹത്തിന്. അതെ, ഞാൻ നേരിട്ട് വേണമെങ്കിൽ പോയിക്കോളും. MV ഗോവിന്ദ മാഷ് പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ ഇയാളെ തന്നെ കാണും, അതായത് പിന്നെ സർസംഘചാലക് മോഹൻ ഭാഗവതിനെ തന്നെ കാണും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പിണറായി എന്ന് പറയാതെ പറഞ്ഞത്. അപ്പോൾ പിണറായി പറഞ്ഞത് അദ്ദേഹത്തിന് എന്തോ സ്വകാര്യ കാര്യം പറയാൻ വേണ്ടി പോയി, അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് കൃത്യമായി ADGPക്ക് പ്രതിരോധമൊരുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ ഇന്ന് കണ്ടു. എവിടെ അപ്പോൾ
അവിടെ ആലോചിക്കണം, അന്വേഷണമൊക്കെ എവിടെ എത്തും എന്നുള്ളത് ഏകദേശം നമുക്ക് എന്താ മനസ്സിലായതാണ്. പിന്നെ ADGPക്കെതിരായി കൊണ്ട് ഇന്നും അൻവർ വന്നിരുന്നു കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടെ പിണറായി തള്ളിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പോലീസുകാർ എന്താണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നു, സ്വർണം പൊട്ടിക്കുന്നു, അതായത് ഈ കൊടുവള്ളി മാഫിയയൊക്കെ ബന്ധപ്പെട്ട് കരിപ്പൂരിലേക്കും മറ്റ് വിമാനത്താവളങ്ങളിലേക്കും ഒക്കെ കേരിയറായി സ്വർണം എത്തിക്കുന്ന ആളുകളെ ഈ ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ സുജിത് ദാസിന്റെ SP സുജിത് ദാസ് കൃത്യമായി ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണ് ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്നത്. അതായത് നാർക്കോട്ടിക്സ് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനം. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഈ സ്വർണം പിടിക്കുകയും 100 കിലോ സ്വർണം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ 40 മാത്രം കാണിച്ച് 60 ഇവർ മുക്കുകയും അതങ്ങ് മുകളിൽ വരെ എത്തുന്നു എന്നാണ്, P ശശിയിലേക്ക് വരെ എത്തുന്നു എന്നാണ് PV അൻവറിന്റെ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നത്. അപ്പോൾ പിണറായി പറയുന്നു പോലീസിന്റെ ജോലി എന്നുള്ളത് സ്വർണ്ണക്കടത്തും മയക്കുമരുന്നും തടയുക എന്നുള്ളതാണ്, അല്ലാതെ പോലീസ് ഒരു സ്വർണവും പൊട്ടിക്കാൻ പോയിട്ടില്ല. പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കള്ളമാണ്. പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരായിക്കൊണ്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ആരോപണങ്ങളെ തള്ളിക്കളയുന്നു. ധന്യക്ക് മനസ്സിലായോ? തള്ളിക്കളയുന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. CPIMന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അൻവർ. അതുകൊണ്ടാണോ അൻവർ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷക്കാരനെന്ന് പറയുന്നത്? അതായത് ഈ ഇടതുപക്ഷത്തിൽ അൻവറിന് ഒരു വിലയും കൊടുത്തിട്ടില്ല പിണറായി എന്നുള്ളതാണ്. വലിഞ്ഞു കയറി വന്നവൻ എന്നാണ് പറയാതെ പറഞ്ഞത് എന്നാണ് അതിന്റെ അർത്ഥം. അതെ, മാത്രമല്ല ഈ സ്വാഭാവികമായിട്ട് ഒരു ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം ഒരു പരാതി തന്നു, ആ പരാതിയിൽ ഗൗരവമായി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടിക്കടി എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുക, പല ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്നോടും പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തോടുമൊക്കെ ഉള്ളിൽ, ആ പാർട്ടിക്കും സംഘടനയ്ക്കും ഇടതുപക്ഷത്തിനുമൊക്കെ മുന്നണിക്കുമൊക്കെ ഉള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്ത് വന്ന് മാധ്യമങ്ങളോട് പറയുകയും അവിടെ വലിയൊരു വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വരെ മുഖ്യമന്ത്രി ചോദിച്ചു. രണ്ടാമത്തേതായി മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് P ശശിയിലേക്ക് ഉയർന്ന ആരോപണമാണ്. അതായത് P ശശിയെ മാറ്റണം, P ശശിയാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്. P ശശിക്കെതിരെ കൊണ്ട് പരാതി ആദ്യം കൊടുത്തില്ല, P ശശി എന്റെ വിഷയമല്ല എന്ന് പറഞ്ഞു. പിന്നീട് P ശശിക്കെതിരെ പരാതി അൻവർ കൊടുത്തു. P ശശിയാണ് എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ എന്ന് PV അൻവർ വീണ്ടും വിളിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് P ശശിയെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് പാർട്ടിയാണ് നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കൃത്യതയോടുകൂടി ചെയ്യുന്ന ആളാണ് P ശശി. ആ P ശശിക്കെതിരായി കൊണ്ട് യാതൊരുവിധ പരാതിയും നിലനിൽക്കുന്നതല്ല. കാരണം അദ്ദേഹം ഒരു തരത്തിലുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. അതായത് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അൻവറിനെ അവജ്ഞയോടെ തള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. അൻവറിന് മതിയായോ എന്ന് എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ P ശശിക്കെതിരായിക്കൊണ്ട്, അതായത് P ശശി അവിടെ നടത്തിയ ചില ഇടപെടലുകൾ, മുഖ്യമന്ത്രിയിലേക്ക് എത്താത്ത ചില പരാതികൾ കൊടുത്തപ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ ഈ P ശശി പൂഴ്ത്തി. P ശശി ഈ ആഭ്യന്തര വകുപ്പിനെ എന്ത് ചെയ്യുന്നു? മാസ്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താണ് മുഖ്യമന്ത്രിയിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. മൊത്തം പവർ ഗ്രൂപ്പിൻ്റെ തലവൻ ഈ P ശശിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ എല്ലാം തള്ളിക്കളയുന്ന രീതിയിലും അതുപോലെ തന്നെ കൊടുത്ത പരാതിയിലെല്ലാം നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. നിയമപരമായ കാര്യങ്ങളിൽ മാത്രമാണ് P ശശിക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശശിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. എല്ലാ പരാതികളും കൊണ്ടങ്ങ് ചെല്ലണ്ട എന്ന് തന്നെയാണ് പിണറായി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, ഇതുവരെ ബാലൻസ് ചെയ്ത് പോയിരുന്ന പിണറായി അൻവറിനെ കൈവിടുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. PV അൻവറിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഗവർണർ പറഞ്ഞിരിക്കുന്നു. ഗവർണർ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭീഷണിയുടെ, ഒരു ചെറിയ ഭീഷണിയുടെ സ്വരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് അൻവർ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? ഇതിന്റെ പുറകിലൊക്കെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള വെല്ലുവിളിയാണ്. കൂടുതൽ കളിച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ളവ എടുത്തിട്ട് ഞാൻ അലക്കും എന്നുള്ളൊരു ഭീഷണി കൂടി അവിടെ ഇല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെ ഗവർണർ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിക്കും, നിങ്ങൾ ഇങ്ങനെ ഇരുന്നോളൂ എന്നുള്ളത് തന്നെയാണ് പിണറായി പറഞ്ഞത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഈ സൈബർ അണികളെല്ലാം PV അൻവറിന്റെ കൂടെയാണ്. അല്ല, പോരാളി ഷാജി ഇനി എന്ത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം അൻവറിനെ ഇതുവരെ ഹീറോ ആയിരുന്ന അൻവറിനെ മാധ്യമങ്ങളെല്ലാം ഹീറോയാക്കി, പോരാളി ഷാജി അതുക്കും മേലെ ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഈ കടന്നൽ കൂട്ടങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും? അൻവർക്കയെ മറ്റേ ദൈവപുത്രരായി വാഴ്ത്തിയവരൊക്കെ ഇനി പിണറായി തള്ളിയ സ്ഥിതിക്ക് പിണറായിയുടെ ഒപ്പേ നിൽക്കാൻ കഴിയും. അപ്പോൾ ഇനി ഇവരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്, അതായത്
ADGP മാറ്റില്ല. ഇനി എന്തൊക്കെ തെളിവ് അൻവർ കൊണ്ടുവന്നാലും ADGP മാറ്റിക്കൊണ്ടുള്ള ഒരു കളിക്ക് പിണറായി നിൽക്കില്ല. അല്ല, അതിന് അതിൽ വേറൊരു കാര്യമുണ്ട്. കാര്യം ചിലപ്പോൾ വരാൻ പോകുന്നൊരു സൂചന എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ മുഖം രക്ഷിക്കാൻ വേണ്ടി ADGPയെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തൽസ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ ഒരു കുറഞ്ഞ കാലത്തെങ്കിലും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത, വിദൂര സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് ഇതിലൊക്കെ ഒരു പൊടിയിടുക. പക്ഷെ കൊന്നാലും പി ശശിയെ തൊടില്ല. കാരണം ശശിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനെയാണ്. പിന്നെ വാർത്ത വിശ്വസിക്കുന്നുണ്ട് ADGP അജിത് കുമാർ പിന്നെ RSS നേതാവ് ദത്തേത്ര ഉസബലെ കാണാൻ പോയത് പിണറായിയുടെ അറിവോടല്ല എന്ന്. തീർച്ചയായിട്ടും അത് പിണറായിയുടെ അറിവോടെ തന്നെയാണ്. പിണറായിക്ക് തുറന്ന് പറയാൻ കഴിയില്ല. അല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പി ശശിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ പി ശശി എന്നെ അത് കാണിച്ചിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പറയണ്ടേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ADGPയെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം അൻവർ ഉന്നയിച്ചത് അതിഗുരുതരമായ ആരോപണങ്ങളാണ്. അപ്പോൾ എന്നിട്ടും ADGP MR അജിത് കുമാറിനെ മാറ്റുന്നില്ല എങ്കിൽ പി ശശിയും MR അജിത് കുമാറും പിണറായിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനെന്നാണ്. അൻവർ അവിടെ കിടന്ന് വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയും. അതൊന്നും കേട്ട് നടപടിയെടുക്കാനല്ല ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് എനിക്കൊപ്പം എന്നെ വിശ്വസിച്ച് നിൽക്കുന്നവരെ സംരക്ഷിക്കാനാണ് എന്ന് പറയാതെ കൂടി കൃത്യമായ സന്ദേശം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പൂരം കലക്കിയതിന്റെ കാര്യം കൂടെ പറഞ്ഞു. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് തെറ്റായ വിവരം ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തു. അതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. ഇതിന്റെ പുറത്തൊന്നും നിങ്ങൾ വലിയ കളികൾ കളിക്കേണ്ടതില്ല. മാത്രമല്ല, ഈ ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്ത് മുഖ്യമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തിലെ പ്രതിയാണ്. ആ പ്രതിയുടെ വാക്കും തൂക്കിപ്പിടിച്ചാണ് അൻവർ വന്ന് ഈ വർത്തമാനമൊക്കെ പറയുന്നത്. അൻവറെ, നീ അങ്ങനെ പറയേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ആദ്യം ധന്യ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ മുഖത്തുകൂടി ഈ കക്കൂസ് മാലിന്യം ഒഴിക്കുമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച PV അൻവറിനെ സ്വന്തം തലയിലൂടെ തന്നെ അത് ഒഴിക്കേണ്ട ഗതികേടിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളല്ല പറയുന്നത്, നമ്മളല്ല ഒഴിച്ചില്ലെങ്കിലും പിണറായി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് അത് ഒഴിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കൃത്യമായി ഇനി അണികളുടെ കാര്യം, അദ്ദേഹത്തെ ഈ സൈബർ അണികളുടെ ഈ PV അൻവറിനെ താങ്ങി നിൽക്കുന്ന ആളുകളുടെ ഒക്കെ കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ്.